ഹായ്, വെൽക്കം ടു സീമാസ് കിച്ചൺ. എല്ലാവർക്കും സീമാസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. 2 ദിവസമായി ഞാനിപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പൊറോട്ട ആയിട്ടാണ് കേട്ടോ. ഈവനിങ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. ഈവനിങ്ങിന് തന്നെയല്ല, ഉച്ചയ്ക്ക് ആയാലും എപ്പോഴായാലും നമുക്ക് ടൈം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ടയാണ് കേട്ടോ. അധികം വീശാതെയൊന്നും, വീശു പൊറോട്ടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ വീശാതെയൊന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കണ്ടേ എന്നുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എന്നും നിങ്ങളോട് ഇങ്ങനെ ചോദിക്കണത്, ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വിഷമത്തിലായിരിക്കും എന്നറിയാം. പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെയും ഒക്കെ ഫ്രീഡം ഒക്കെ ഇല്ലാത്തതിൻ്റെ വിഷമമാണെന്നറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു നേരം പോക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതൊക്കെ ഞാനും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ പൊറോട്ട എങ്ങനെ റെഡി ആക്കി എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ വന്നു കേട്ടോ. പിന്നെ എല്ലാവരും വിചാരിക്കും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും പറ്റില്ല, എല്ലാ റെസ്റ്റോറൻറ്റിൽ പോയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നവർ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം പൊറോട്ട ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. പിന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ബൗൾ പാത്രത്തിൽ ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തേക്കണത് കേട്ടോ. 1/2 കിലോ മൈദ കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താൽ മതിയോ. മൈദ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടിയാൽ മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് 2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ഗ്ലാസോളം പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യ് ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നെയ്യ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് ഓയിലാണ് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങ കേട്ടോ, അത് 1/2 മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് മതിയാവും. പിന്നെ സോഡാപ്പൊടി, കുക്കിംഗ് സോഡ എന്നൊക്കെ പറയില്ലോ, അത് നമുക്കൊരു 1/4 ടീസ്പൂണ് വേണ്ടി വരുള്ളൂ. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും മതിയാവും കേട്ടോ. പിന്നെ മുട്ട ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പൊറോട്ടയ്ക്ക് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാനായിട്ട് മുട്ട ചേർക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് ഇടണം. മൈദ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇത്ര അളവൊന്നുമില്ല. ഉപ്പ് നമുക്ക് എടുക്കുമ്പോൾ അറിയാലോ, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം പോലെ ചേർക്കാം കേട്ടോ. പിന്നെ ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതൊരു 1/4 ടീസ്പൂണ് ചേർത്തുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 2 ടീസ്പൂണ് ചേർത്തുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നെയ്യാണ്. ഇനിയിപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ വെറുതെ എങ്ങനെയൊന്ന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാലുണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയുടെ ആ ജ്യൂസ് കേട്ടോ, അതൊരു ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ വരെ ആവാം. ഇതെല്ലാം ചേർത്ത് നമ്മൾ കൈ വെച്ചിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചവെള്ളം കേട്ടോ, അത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ്, അല്ലാതെ ഫ്രിഡ്ജിലുള്ളതൊന്നും യൂസ് ചെയ്യരുത്. അത് വെച്ച് നമ്മൾ വളരെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ അതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര വെള്ളം അതിലേക്ക് ആവശ്യമായെന്ന് ചോദിച്ചാൽ ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായത്. ഇങ്ങനെ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അതിപ്പോൾ ഒന്നിച്ച് നമ്മൾ ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് വേണം അത് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട്, പരത്തല്ല കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്ത മാവൊക്കെ ഇതാ ഇങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ തൊട്ട് പോകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ നീക്കി കൊടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ പരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്.
അതേ ഓയിലിട്ടിട്ടാ കേട്ടോ, നല്ല ഓയിലായിട്ടിരിക്കണം കേട്ടോ, ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മാവ്. ആ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒരു ടവൽ ഞാൻ നനച്ച് പിഴിഞ്ഞതാണ് കേട്ടോ. അത് നനച്ച് പിഴിഞ്ഞത് ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റി വെക്കുകയാണ്, ഇത് ഉണങ്ങാതിരിക്കാൻ. 1 hour ഇരിക്കണമല്ലോ, അപ്പോൾ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി, ഡ്രൈ ആവാതിരിക്കാൻ അങ്ങനെ ചെയ്യണം. ഇനി നമുക്കിതൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് പൊറോട്ട റെഡി ആയിട്ട് എടുക്കാം. അപ്പോൾ 1 hour കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മാവ് ഏത് കണ്ടീഷനിൽ ഇടുന്നതെന്നോ നോക്കിയിട്ട് വരാം. തുറക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ തുണിയൊക്കെ മാറ്റി. ആഹാ, കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നേക്കണം കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് കാണാം കേട്ടോ. ഇത് ചപ്പാത്തി പോലെയല്ല, നമുക്ക് ഇത് പരത്തിയെടുക്കാൻ കുറച്ച് സ്പേസ് വേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ എവിടെയാണോ പരത്താൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുറച്ച് ഓയിൽ നല്ലപോലെ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഇതാ എടുത്ത് വെച്ചാണ് മാവ് കൂട്ടി വെച്ച മാവ് അതിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് എൻ്റെ റിങ്ങൊക്കെ ഒന്ന് കൊടുക്കേ. റിങ്ങൊക്കെ തടസ്സാണ്. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തേച്ച് എത്ര നമ്മളിങ്ങനെ മർദ്ദിച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ എനിക്കിതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ആവശ്യം വന്നു കേട്ടോ. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഓരോരുത്തരുടെയും മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ മാവ് എടുക്കുന്ന കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ പാല് ചേർക്കുന്നതിൻ്റെയൊക്കെ കൂടിയാകുമ്പോൾ വെള്ളത്തിന് ചിലപ്പോൾ ഇത്തിരി അളവ് കൂടിയോ കുറയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ഇതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അതാ കണ്ടോ, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് തേച്ച് കുഴച്ച് എടുക്കണം കേട്ടോ. ഇങ്ങനെ ട്രേയിൽ ഞാൻ ഓയിൽ തൂത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഷേപ്പിൽ ഞാനിത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ മുറിക്കാം കേട്ടോ. അപ്പോൾ ഒരു 12 എണ്ണം പീസുകളായിട്ട് ഞാൻ നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ ഷേപ്പാക്കി. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മളിതിനെ ഇതാ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ബോളാക്കി എടുക്കുക. അപ്പോൾ ഒരു ബോളാക്കിയത് നമ്മൾ എണ്ണ തൂത്ത ട്രേയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതും എന്താ ബോളാക്കിയതിന് ശേഷം എന്താ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ കാണിച്ച് അത് ട്രേയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 12 എണ്ണമാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ബോളും ആക്കി വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓയിൽ തൂത്ത് കൊടുക്കാം, അത് ഡ്രൈ ആവാതിരിക്കാനാ. വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നനഞ്ഞ തുണി ഇട്ട് വെച്ചു. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഓൾറെഡി 1 hour വെച്ചപ്പോൾ നല്ല മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതാ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പരിപാടികൾ തുടങ്ങാം കേട്ടോ. ഇതാ കൗണ്ടർ ടോപ്പിൽ വീണ്ടും എണ്ണ തൂക്കി കൊടുക്കുകയാണ്. എത്ര ഓയിൽ നമ്മൾ തേച്ചാൽ അത്രയും നമുക്ക് പരത്താനൊക്കെ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇത് കിട്ടും കേട്ടോ. അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ തൂക്കണേനൊന്നും പിശുക്ക് പാടില്ല, നല്ലപോലെ അത് തൂക്കി കൊടുക്കാം. അപ്പോൾ ഒരെണ്ണടുത്ത് ഇങ്ങനെ വെച്ചു. ഇനി നമുക്കത് പരത്തി കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക. നന്നായിട്ട് തിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക കേട്ടോ.
പിന്നെ നമ്മളിങ്ങനെ പരത്തുമ്പോൾ ചിലപ്പോൾ കീറിയൊക്കെ പോവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊന്നും കുഴപ്പമില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്താനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് കൗണ്ടർ ടോപ്പിന് ഇടാൻ പറയുന്നത്. നമ്മൾ ചപ്പാത്തി പലകയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇത്രയും സ്പേസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ ഇടുമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. കട്ടി കൂടാതെ നന്നായിട്ട് എത്രയോ നമുക്ക് തിന്നായിട്ട് പരത്താൻ പറ്റും അത്രയും നമ്മൾ തിന്നായിട്ട് പരത്തി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതാ കണ്ടോളൂ, ഇതാ നമ്മൾ പരത്തി വെച്ച ആ മാവിൻ്റെ മേലെ കുറച്ചിങ്ങനെ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഓയിലും കൂടി അങ്ങനെ തൂകുക. വീണ്ടും കുറച്ച് മാവ്. ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പരത്തി വെച്ചത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോളൂ കേട്ടോ. ഇങ്ങനെ എടുത്തു. നമ്മൾ വീശി അടിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വീശി അടിക്കാം. എനിക്ക് വീശി അടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതാ അതിനുള്ള എളുപ്പ വഴിയാണ് ഈ കാണിക്കണേ. കണ്ടോ, അടുത്ത് കാണിക്കും. കണ്ടോ, നമ്മൾ ഓയിൽ തൂത്തുകൊണ്ട് ഒട്ടും ഒട്ടി പിടിക്കില്ല. ഇങ്ങനെ നമ്മൾ വേണം ഇത് എടുക്കാൻ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയ്ക്ക് ലെയർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കണത്. നമ്മൾ കടലാസ് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കടലാസ് പൂക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പൂക്കൾ ഉണ്ടാക്കണവർക്ക് അറിയാതെ ഇങ്ങനെ മടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ കടലാസ് പൂവിൻ്റെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ ചെയ്തു. കണ്ടോ, അപ്പോൾ കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇതാ ലെയർ വന്നേക്കണം കണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നീട്ടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എത്ര നീട്ടാൻ പറ്റുമോ അത്രയും വലിച്ച് നീട്ടിക്കൊണ്ട് ആ എന്നിട്ട് ഈ അറ്റുണ്ടല്ലോ അത് ബാക്കിലേക്ക് നമ്മൾ വെച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ ഒരെണ്ണമായി കേട്ടോ. അത് അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തതും നമുക്ക് എണ്ണ തൂക്കി കൊടുക്കാം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എണ്ണ തൂക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഇത് എടുക്കാൻ കിട്ടില്ല. അതാണ്. അപ്പോൾ അടുത്തത് ഞാനിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ തൂക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മാവ് ഇങ്ങനെ തൂകാം. അതിനുശേഷം നേരത്തെ കാണിച്ച പോലെ ഇതാ ഇത് കീറി പോകുമെന്ന് വെച്ച് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അത് കീറി പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന വശം നമ്മൾ ഇങ്ങനെ പരമാവധി എടുക്കാൻ നോക്കുക. ഇത് കണ്ടോ, ഇത് കണ്ടോ, വലിച്ചപ്പോൾ ഒരു കഷ്ണം കയ്യിൽ നിന്ന് വിട്ടുപോയി. അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഇതാ ബാക്കിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുമ്പോൾ കുറച്ച് ഓയിൽ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, തൂത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഡ്രൈ ആവാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഓരോന്നും അങ്ങനെ പരത്തുമ്പോഴും നമ്മൾ മുന്നുണ്ടാക്കി വെച്ചതുമേ ഇങ്ങനെ നനഞ്ഞ് തുണി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ആ മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മടക്കിയെടുക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മടക്കിയെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ഈ പരത്തി വെച്ചത്. അത് മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഓയിൽ തൂത്തതിന് ശേഷം മൈദ മാവ് ഇങ്ങനെ ചേർക്കും, തൂക്കി കൊടുക്കുമല്ലോ. പിന്നെ ഞാൻ വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതെന്താ വെച്ചാൽ ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് കണ്ടോ. അതിനുശേഷം എന്താ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ഈ അറ്റത്തൊന്നും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കണ്ടോ. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മെത്തേഡും ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഇതാ കണ്ടോ, അപ്പോഴും നല്ല ലെയർ തന്നെയായിട്ട് വരും നമ്മുടെ പൊറോട്ട. പിന്നെ ഇത് ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് വലുപ്പത്തിലല്ല, നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാനാണല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാനിങ്ങനെ ചുറ്റി റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നെടുത്ത് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും നാം എടുത്ത് ഇങ്ങനെ പുറത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ നനച്ച് തന്നെ കണ്ടോ പൊതിഞ്ഞിങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി പോട്ടോ. വീണ്ടും കൗണ്ടർ ടോപ്പിൽ എണ്ണ നന്നായി തൂത്തതിന് ശേഷം ഇതാ
നമ്മൾ റോൾ ചെയ്ത് വെച്ച ആ പൊറോട്ടയുടെ ഒരു ബോളെടുത്ത് വെച്ചു. ഇനി നമ്മൾ ചപ്പാത്തി പലകൊന്നും ഉപയോഗിക്കേണ്ട, കൈയിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ച് ഇതാ ഇങ്ങനെ അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ. വല്ലാതെ നമ്മളങ്ങ് ചപ്പാത്തി പോലെ അങ്ങോട്ട് തിന്നാക്കി പരത്തണ്ട കേട്ടോ. കൈവെള്ളം വെച്ചതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയോ, പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതാ അടുത്തതും ഞാൻ അതുപോലെ എടുത്തു. കൈവെള്ളം വെച്ച് നല്ല പോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ ഒന്നും ഉപയോഗിക്കരുത്, വെറുതെ ജസ്റ്റ് ഒന്ന് കൈവെള്ളം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പൊറോട്ടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിനി വലുതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ. അപ്പോൾ കുറച്ചധികം മാവ് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് മാവ് കൊണ്ട് നിങ്ങൾക്ക് വളരെ ചെറിയ പൊറോട്ടയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി. അപ്പോൾ നമുക്കിത് പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ പൊറോട്ടയിൽ മീതെ ഒന്ന് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടും നെയ്യ് ചേർത്താൽ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓയിൽ തന്നെയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പരത്തിയ പൊറോട്ട ഓരോന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാകുന്ന തവയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് ചട്ടി ആയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറ്റും. ഞാൻ ഇപ്പോൾ ചപ്പാത്തി തവയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നേരമായി, ഞാനിവിടെ പരത്തുന്ന നേരത്ത് ഇവിടെ തവ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കൂട്ടി വെച്ച ഓയിലുണ്ടല്ലോ, ഓയിലും നെയ്യും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പൊറോട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അധികം അങ്ങോട്ട് കരിയണ്ട. നന്നായിട്ട് എപ്പോഴും നമ്മൾ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വശം എന്താ ഇങ്ങനെ ആയപ്പോൾ ലൈറ്റായിട്ട് ബ്രൗൺ ആയപ്പോൾ ഞാൻ മറുവശത്തേക്ക് തിരിച്ചിട്ടു കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പൊറോട്ടയ്ക്ക്. അപ്പോൾ അതാ ഒരെണ്ണായുണ്ട്, അപ്പോൾ ഞാനെടുത്ത് മാറ്റുകയാണേ. അതെങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ തന്നെ നമ്മളത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ ആയി. അപ്പോഴും ഞാനതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. കുറച്ച് വേഗത്ത് ചെയ്യേണ്ട പണിയാണ് കേട്ടോ അത്. അത്ര സിമ്പിളല്ല, എന്നാൽ വീശിയടിക്കൊന്നും ചെയ്യണില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് കുറച്ച് സിമ്പിളാണത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ പരുവം കണ്ടോ, ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കരിയാൻ നിൽക്കരുത്. നമ്മൾ നല്ല പോലെ തവയിൽ കണ്ടോ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂത്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ. ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ കണ്ടോ രണ്ട് പുറം ആയുണ്ട്. ഇത്രയും മതിയോ. അങ്ങനെ വേണം നമ്മൾ ഓരോ പ്രാവശ്യം പൊറോട്ട ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് തവയിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ നിങ്ങളെ മുഴുവനായിട്ട് ഉണ്ടാക്കി കാണിക്കില്ല, കാരണം അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു, വീണ്ടും 10 മിനിറ്റ് വെച്ച്, അങ്ങനെ കുറച്ച് ടൈം നീണ്ടു പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. എനിക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്, സമയക്കുറവുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ട ഇപ്പോൾ ചപ്പാത്തി പോലെയാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് തട്ടി അതിൻ്റെ ലെയറൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചാൽ മടക്കിയെടുത്ത ലെയറൊക്കെ പുറത്ത് വരണ്ടേ. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടാണ്, അപ്പോൾ തട്ടണം അങ്ങനെ നമ്മൾ, എന്നാലാണ് ആ ലെയർ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര നേരം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കാസറോളുണ്ടെങ്കിൽ കാസറോളിൽ അടച്ച് ഇങ്ങനെ മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു തുണി കൊണ്ടാണ് ചെയ്യണത്, കാരണം നല്ല കൈ പൊള്ളി. അപ്പോൾ ഇങ്ങനെ ഒരു തുണി കൂട്ടി പിടിച്ചിട്ടോ, നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ നല്ല പോലെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് നല്ല ഇടി കൊടുക്കുക. പൊറോട്ടയോട് വല്ല ശത്രുത ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് തീർക്കുക. ആ ലെയർ അങ്ങോട്ട് വരണം. എല്ലാം കൂടി കാണിക്കുമ്പോൾ ചിലപ്പോൾ ലെയർ അങ്ങോട്ട് വെച്ച് നിങ്ങൾക്ക് ശരിക്കും കാണില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ തട്ടി കൂട്ടാണ്. കണ്ടോ നമ്മുടെ പൊറോട്ടയുടെ ലെയറൊക്കെ കാണുന്നുണ്ടോ അത്. അപ്പോൾ 2 എണ്ണമായിട്ട് ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഇതാ കണ്ടോ, കുറച്ച് ചൂടൊക്കെ ഉണ്ട്, അത് സഹിച്ച് നമ്മളിങ്ങനെ തട്ടി എത്ര നമുക്ക് തട്ടാൻ പറ്റുമോ അത്രയും നമുക്ക് ആ ലെയർ വന്ന് കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, നമുക്ക് കാണുന്നുണ്ടാവില്ലേ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര തട്ടുന്നോ അതിലാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ തട്ടാതിരുന്നാൽ അത് ശരിക്കും ചപ്പാത്തി പോലെ ആയിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇതാണ് പൊറോട്ടയുടെ ആ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വീശാത്ത നല്ല സൂപ്പർ പൊറോട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ലെയറുകളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ടയുടെ ആ യഥാർത്ഥ ഭംഗി. അതുപോലെ തിന്നാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ ഒരുപാട് വയർത്ത് കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് രാത്രിക്കുള്ള ഡിന്നറാണ്. ഇത് ഡിന്നറാണ് കേട്ടോ ഈ പൊറോട്ട. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാലോ. ചിക്കൻ്റെ കൂടെ ആയാലും ചോല മസാലയുടെ കൂടെ ആയാലും ഇനിയിപ്പോൾ ഒന്നുമില്ല സാമ്പാർ വീട്ടിലെങ്കിൽ അതിൻ്റെ കൂടെ ആയാലും ഒന്നുമില്ലെങ്കിലും വെറുതെ നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ കാണുമ്പോഴേക്ക്